ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണല്ലേ. ഏതായാലും നാളത്തെ പ്രമോയിൽ പ്രധാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പല്ലവിയുടെ കാര്യം തന്നെയാണ്. അപ്പൊ പല്ലവിക്ക് കോളേജിൽ നിന്നും ജോലി നഷ്ടമായിരുന്നു. അപ്പൊ അത് സേതുമാധവൻ വഴി ആ ജോലി തിരിച്ചു കിട്ടുകയാണ്. ആ കോളേജിൽ തന്നെ ആ ജോലി തിരിച്ചു കിട്ടുകയാണ്. അപ്പൊ അതൊരു സീന്. പിന്നെ കാണിക്കുന്ന സീന് ജോത്സ്യനെ വിളിച്ചു വരുത്തി പല്ലവിയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ, മകൾക്ക് ഇനി വേറൊരു വിവാഹം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വിവാഹം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്, പിന്നെ വേറൊരു ചാൻസും കൂടെ കാണുന്നുണ്ട്, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആളുമായിട്ടോ ചിലപ്പോൾ ഒന്നിച്ചും ജീവിച്ചേക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവിയുടെ അമ്മ പറഞ്ഞു, അയ്യോ ഒരിക്കലും അത് വേണ്ട, അത് ശരിയാവില്ല, അങ്ങനെ ജീവിക്കരുത്, അവനൊരു ദുഷ്ടനാണ്, അവന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോക്ക് സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സീനും, പിന്നെ നമ്മുടെ ഋതിക പ്ലാൻ ചെയ്യുന്ന ആ ഒരു സീന്, അതായത് ഋതിക പ്ലാൻ ചെയ്യുന്ന വേറൊന്നുമല്ല നമ്മുടെ സേതുവിനെ ഇല്ലാതാക്കാൻ. അപ്പൊ സേതുവിനെ എന്നേക്കുമായിട്ടും ഇല്ലാതാക്കണം, അയാളെ കുഴിച്ചു മൂടണം, അയാള് ഒരിക്കലും ഇങ്ങോട്ട് അതായത് പൊന്നുമടത്തിലേക്ക് വരാത്ത രീതി ആക്കണം. അപ്പൊ ആ ഒരു 3 സീനാട്ടോ നമ്മൾ കണ്ടത്. അപ്പൊ ഈ ഒരു 3 സീനാണ് പ്രമോയിൽ കാണിച്ചത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വക്കീലിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഋതികേനെയും പ്രതാപനെയാണ്. അങ്ങനെ ഋതികയും പ്രതാപനും മാറിയും തിരിഞ്ഞും ഒക്കെ ഓരോന്ന് വക്കീലിനോട് ചോദിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ വിൽപത്രം ഒന്ന് മാറ്റി എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ സേതുവിന്റെ അധികാരം മാറ്റി നിർത്താൻ പറ്റുമോ, അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ വക്കീലെ എന്നൊക്കെ ചോദിച്ചാണ് വന്നത്. അപ്പം വക്കീല് ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇത് മാധവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സേതുവിന് വെറുതെ എഴുതി വെച്ചതല്ലായിരിക്കുമല്ലോ, സേതുവിനെ കുറിച്ച് അറിയായിരിക്കുമല്ലോ, ഒരിക്കലും സേതു ഇത് ദുരുപയോഗം ചെയ്യുമെന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും എഴുതി വെക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഞെട്ടി നമ്മുടെ ഋതിക പറഞ്ഞു, അല്ല സാറേ, എൻ്റെ അച്ഛന് എന്തോ സംഭവിച്ചതാ, ആ ഒരു അവസ്ഥയിൽ എൻ്റെ അച്ഛനെ എങ്ങനെയോ എഴുതി വെച്ചതാ, ചിലപ്പോൾ അയാൾ ഭീഷണിപ്പെടുത്തി എൻ്റെ അച്ഛനെ കൊണ്ട് എഴുതിച്ചതാകാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ചാൻസ് ഉണ്ടോ എന്ന് ഒന്നുകൂടെ എടുത്തു ചോദിച്ചു. അപ്പം പ്രതാപൻ പറഞ്ഞു, ഉണ്ട് സാറേ, അവന് പണ്ടു മുതലേ എൻ്റെ പെങ്ങളോടും മക്കളോടും ശത്രുതയാ, അവന്റെ മാധവൻ അതായത് എൻ്റെ അളിയന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായതാണ് ഈ പറയുന്ന സേതു എന്ന് പറയുന്ന ആള്. രണ്ടാമത്തെ ഭാര്യയാണ് എൻ്റെ പെങ്ങള്. അപ്പം അതുകൊണ്ട് ആ ഒരു വൈരാഗ്യവും ദേഷ്യവും വിരോധവും ഒക്കെ എപ്പോഴും എൻ്റെ മക്കളോട് കാണിക്കും, എൻ്റെ പെങ്ങളോടും കാണിക്കുന്നുണ്ടത്. അങ്ങനെ ഒരാളെ വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഞാൻ നിർത്തുക? അതുകൊണ്ട് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രതാപൻ പറയുന്നത്. അപ്പൊ വക്കീല് പറഞ്ഞു, ഇതിന് വേറൊരു മാർഗവും ഇല്ല, ഏതായാലും അയാള് അങ്ങനെയുള്ളവനാണെന്ന് തെളിയിക്കുക, എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്ന് നമുക്ക് കോടതിയിൽ കാണിച്ചാൽ മാത്രമേ ഇത് മാറ്റിയൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അയാൾ സ്വയമേ ഇത് തിരുത്തി മാറ്റി എഴുതേണ്ടി വരും, അല്ലാതെ വേറൊരു മാർഗവും എൻ്റെ മുമ്പിൽ കാണുന്നില്ല. അയാൾ അങ്ങനെ സ്വയമായിട്ടും വേണ്ട എന്ന് പറയുമോ, സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അയാൾക്ക് എഴുതി വെച്ച സാധനം അയാൾ തിരിച്ചെഴുതി തന്നാൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് പാടുപെടും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഋതികനെയും പ്രതാപനെയും വക്കീൽ വിടുകയാണ്. അപ്പം ഋതിക പറയുന്നുണ്ട് പ്രതാപനോട്, എന്താ അങ്കിളെ ഇനിയിപ്പോ ചെയ്യുക, ഇനി ഇതിനൊരു മാർഗമില്ലേ, അയാൾ ഇനി വീട്ടിലും കൂടെ വന്ന് കയറി നിരങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല, ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഏട്ടൻ പോലും എനിക്ക് ഏറ്റവും വെറുപ്പ് അയാളോടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പ്രതാപൻ പറഞ്ഞു, മക്കള് സമാധാനപ്പെടാം, ഏതായാലും അവൻ ജീവിച്ചിരുന്നാൽ മാത്രമല്ല അവന്റെ ഒപ്പ് വേണ്ടൂ, അവൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഒപ്പ് തേടി പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ എന്ന് പറയുമ്പം, എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, കൊല്ലാനാണെങ്കിലും കുഴപ്പമില്ല, കൊല്ലാനാണെങ്കിൽ കൊന്നു കളഞ്ഞേരെ, ഒരിക്കലും ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു ഏട്ടനില്ല, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരാളെ വെച്ചുകൊണ്ടിരിക്കുന്നത്, കൊന്നു കളയുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രതാപൻ പറഞ്ഞു, ഏതായാലും കൊന്നു കളയുകയല്ലാതെ വേറൊരു മാർഗം ഇതിനകത്തില്ല, ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് കുറച്ച് ആൾക്കാരുമായിട്ട് പരിചയമൊക്കെ ഉണ്ട്, ഏതായാലും ഒരു കൊട്ടേഷൻ വെച്ച് തന്നെ അവനെ തീർത്ത് കളയണം, അല്ലെങ്കിൽ എന്നും അവൻ തളർന്ന് കിടക്കുന്ന പോലെ കിടക്കണം, പക്ഷെ അങ്ങനെ കിടന്നാലും അവന്റെ ഒപ്പിന് വേണ്ടി നമ്മൾ അവന്റെ മുമ്പിൽ കാത്തു നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് അവനെ വെട്ടിമാറ്റുന്നത് തന്നെ നല്ലതെന്ന് പറഞ്ഞു. എന്നിട്ട് ഋതികയോട് പറഞ്ഞു, ഇത് നീ ആരോടും പറയുമൊന്നും വേണ്ട, നമ്മൾ രണ്ടും അറിഞ്ഞാൽ മതി, വേറൊരു രീതി ചെവി ഇത് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രതാപൻ പോകുന്നത് കേട്ടോ. ഏതായാലും ഋതിക പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപന്റെ മനസ്സിലുള്ള സംഭവങ്ങളൊക്കെ വെളിയിൽ വരിക. പ്രതാപൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക, ഇടി മക്കളെ, നിങ്ങൾക്കും ആ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല, ആ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം എനിക്കാ, അത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ പിടിയിലാക്കാൻ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ തന്നെത്താൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പ്രതാപന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഋതികേനെയും
അതായത് നമ്മുടെ മാധവന്റെ കുടുംബത്തെ രക്ഷിക്കോ പെങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കോ എന്നുള്ളതൊന്നും അല്ല. പ്രതാപന് മൊത്തം സ്വത്ത് ഊറ്റി കുടിക്കണം, അത് മാത്രമാണ് പ്രതാപന്റെ മനസ്സിലുള്ളത്. അപ്പം പ്രതാപൻ പറഞ്ഞു, ഋതികേനെ നിന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ കളി കളിക്കാൻ പോവുക. ഏതായാലും ഇനിയിപ്പം ജയിലും കേസും ഒക്കെ ആയിട്ട് വന്നാലും നീ പോയാൽ മതി, ഞാൻ ഒരിക്കലും പോവില്ല. ഏതായാലും ഏട്ടനെ കൊന്നതിന്റെ പേരിൽ പോകാനായിട്ടൊരു പെങ്ങള് നിപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാടി ഞാൻ പേടിക്കണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രതാപൻ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ പ്രതാപൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഉള്ളത്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ പല്ലവീനെയാണ്. അപ്പൊ പല്ലവി വലിയ സന്തോഷത്തോടു കൂടി കേക്കൊക്കെ ആയിട്ട് ഓടി വരികയാണ്. അപ്പം പല്ലവിയുടെ അനിയത്തി ചോദിച്ചു, ഇത് എന്ത് പറ്റി കേക്കൊക്കെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, കേക്കല്ല കേട്ടോ, സോറി ലഡു. അപ്പം പറഞ്ഞു, അതെ എൻ്റെ ജോലി അതെനിക്ക് തിരിച്ചു കിട്ടി. ഏത് ജോലി? അത് വേറൊരു ജോലിയല്ല, എൻ്റെ ജോലിയല്ലേ, ഞാൻ പഠിപ്പിച്ച കോളേജിലെ ടീച്ചറായിട്ട് തന്നെ. ആണോ? അതെങ്ങനെ കിട്ടി? അത് പിന്നെ സേതുവേട്ടൻ ഇടപെട്ടിട്ടാ ആ ജോലി കിട്ടിയതെന്ന് പറഞ്ഞു. ഏതായാലും സേതുവേട്ടൻ ഇടപെട്ടിട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവിയുടെ അമ്മയുടെ മുഖമൊക്കെ അങ്ങ് മാറി കേട്ടോ. കാരണം നമ്മുടെ സേതുവായിട്ടൊരു അവിടെ ഒരു ഇത് എന്താ പറയുക, ഒരു പ്രശ്നം അവിടെ പരക്കുന്നുണ്ടല്ലോ. സേതുവും നമ്മുടെ പല്ലവിയും തമ്മിൽ എന്തോ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മുടെ പല്ലവിയുടെ അമ്മയ്ക്ക് അത് വലിയ താല്പര്യം ഇല്ലായിരുന്നു. എന്നിട്ട് പല്ലവിയുടെ അമ്മ പറഞ്ഞു, മോളെ നീ ഒരിക്കലും ഇങ്ങനെ സേതുവിന്റെ പുറകെ അങ്ങനെ നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാത്ത ആൾക്കാർ വരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു പറയുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ ഇത് പറയുന്നു, ഇങ്ങനെയൊക്കെ തോന്നുന്നു പറയാന്. എനിക്ക് ജോലി മേടിച്ചതെന്ന് ഇപ്പൊ അദ്ദേഹം ഉള്ളത് കൊണ്ടാ. സേതുവേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായനെ നമ്മൾ ചിന്തിച്ചോ? ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും ഞാൻ പേടിച്ച ഒരു ഭീരുവിനെ പോലെ പോവില്ല. എനിക്ക് ഈ നാട്ടിൽ തന്നെ ജീവിക്കണം, തല ഉയർത്തി തന്നെ ജീവിക്കണം. അതിനുവേണ്ടി സേതുവേട്ടനെങ്കിൽ സേതുവേട്ടനെ കൂട്ടുപിടിക്കാൻ ഞാൻ തയ്യാറാ. ഒരിക്കലും ഇന്ദ്രന്റെ അത്രയും ഇതൊന്നും ക്രൂരതയൊന്നും സേതുവേട്ടൻ എന്നോട് കാണിച്ചിട്ടില്ല. സേതുവേട്ടൻ എന്റെ രക്ഷകനായിട്ട് നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കടപ്പാട് എന്നും എനിക്ക് സേതുവേട്ടനോട് കാണുന്നു പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പെട്ട് പല്ലവിയുടെ അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ട് പല്ലവിയുടെ അമ്മ അമ്പലത്തിലൊക്കെ പോയി ജോത്സ്യനൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കുകയാണ്. ഇനിയിപ്പം മകളെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ് പല്ലവിയുടെ അമ്മയുടെ ആ ഒരു ഇത്. അല്ലെങ്കിലും ഒരു മകൾ ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് ആ ബന്ധം ഉപേക്ഷിച്ച് വന്ന് നിൽക്കുമ്പോൾ ആ വീട്ടുകാർക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അമ്മ പോയി ജോത്സ്യനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ജോത്സ്യൻ പറയുന്നത്, ചിലപ്പോൾ ഈ ബന്ധവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇന്ദ്രനായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് വേണ്ട, ഒരിക്കലും എൻ്റെ മോൾക്ക് ഇന്ദ്രന്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല, അവൻ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ കൊല്ലുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പല്ലവിയുടെ അമ്മ ചോദിച്ചാലോ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ജോത്സ്യം പറഞ്ഞു, പിന്നെ വേറെന്താ മാർഗം, ഒരു വിവാഹം. ആ ഒരു വിവാഹം ഏതായാലും നടക്കും, വിവാഹയോഗം കാണുന്നുണ്ട്. അതിപ്പം എങ്ങനെയാ ഏതു വഴിയാ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അത് ചിലപ്പം വിവാഹത്തിലൂടെ ആകണമെന്നൊന്നുമില്ല. ഏതായാലും ഇവര് ഒത്തൊരുമിച്ച്, അതായത് ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള ആ ഒരു ഇതുണ്ട് പുള്ളിക്കാരിയുടെ ജാതകത്തിൽ, പല്ലവിയുടെ ജാതകത്തിൽ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ പല്ലവിയുടെ അമ്മയ്ക്കുള്ളത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പല്ലവിയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇതേ സമയം നമ്മുടെ ഋതികയാണെങ്കിൽ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ്, എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ നമ്മുടെ സേതുവിനെ. അതുകൊണ്ട് സേതുവിനെ കൊല്ലുന്ന കാര്യം ഇങ്ങനെ പറയാണ് കേട്ടോ. കൊല്ലുന്ന കാര്യമല്ല, ഈ മണ്ണിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പൊ എല്ലാവരും നമ്മുടെ ഋതികേനെയല്ലേ സംശയിക്കത്തുള്ളൂ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ പ്രതാപൻ ഋതികേനെ ഇങ്ങനെ കുത്തി കുത്തി കയറ്റി വിടുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.